വേണ്ടായിരുന്നു ഈ അടുത്ത് കണ്ടിരുന്നോ നിങ്ങൾ? അതിൽ KPSC ലളിത ചേച്ചി ആസിഫ് അലിയോട് പറയുന്നുണ്ട്, മോനെ, അവർ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. KPSC ലളിതയുടെ മകനും ആസിഫ് അലിയും തമ്മിലൊരു വഴക്കുണ്ടായി. ഈ മകൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നൊരു ടൈപ്പാണ്. ഒരാൾക്കും അയാളോട് സ്നേഹം തോന്നില്ല. പക്ഷെ അയാൾ അങ്ങനെ ആയതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അതാർക്കറിയാം? അമ്മയ്ക്കറിയാം. അപ്പം അമ്മ ആസിഫ് അലിയുടെ അടുത്ത് കുറച്ച് അച്ചപ്പൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആസിഫ് അലിയോട് പറയുന്നുണ്ട്, മോനെ, ഒരാളെ അയാളുടെ കണ്ണുകൊണ്ടൊന്ന് കാണാൻ ശ്രമിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ നമുക്ക്. ഇതൊരു മനോഹരമായ വാക്യമാണല്ലേ. ഒരാളെ അയാളുടെ കണ്ണുകൊണ്ടൊന്ന് കാണാൻ ശ്രമിച്ചാൽ, അയാളുടെ മനസ്സ് ഒന്ന് അറിയാൻ ശ്രമിച്ചാൽ, മുന്നിലുള്ള മനുഷ്യനെ ഒന്ന് അറിയാൻ ശ്രമിച്ചാൽ തീരുന്ന വഴക്കുകളൊക്കെ ഉള്ളു മോനെ. സാധാരണ പറയാറുണ്ടല്ലോ, രാജ്യം നഷ്ടപ്പെട്ടു പോയ രാജാവിനും കളിപ്പാട്ടം നഷ്ടപ്പെട്ടു പോയ കുട്ടിക്കും ഏകദേശം ഒരേ ദുഃഖമാണ്. നിന്റെ ആ പൊട്ടിയ കാറിൻ്റെ ടയർ ആലോചിച്ചിട്ടാണോ നീ കരയണതെന്നൊക്കെ നമുക്ക് പറയാം. അവനത് പൊട്ടിയ കാറിൻ്റെ ടയറൊന്നുമല്ല, അവനതിന് വിലപ്പെട്ടൊരു നിധിയാണ് അല്ലേ. 20 വയസ്സായൊരു മകള് അല്ലെങ്കിൽ 21 വയസ്സായൊരു മകന് രണ്ട് മുടി കൊഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മുഖത്തൊരു കറുത്ത പുള്ളി വരിക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല അല്ലേ. പക്ഷെ 40 വയസ്സായൊരു വാപ്പ അല്ലെങ്കിൽ 35 വയസ്സായൊരു ഉമ്മയ്ക്ക് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. 50 വയസ്സായൊരു ഉമ്മയ്ക്ക് അല്ലെങ്കിൽ വാപ്പയ്ക്ക്, 40 വയസ്സായൊരു ഉമ്മയ്ക്ക്, അമ്മയ്ക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല. ഇത്രയും ചെറിയൊരു കാര്യത്തിന് വേണ്ടിയാണോ നീ കരയണത് എന്നൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം. പക്ഷെ ആ കുട്ടിയുടെ കണ്ണുകൊണ്ട് ആ കുട്ടിയെ ഒന്ന് കാണാൻ ശ്രമിച്ചാൽ നമ്മളങ്ങനെ ചോദിക്കില്ല. വഴക്കുകൾക്കൊക്കെ ഉള്ള പരിഹാരം അത്രയേ ഉള്ളൂ. മനുഷ്യന് അയാളുടെ ഭാഗത്ത് നിന്ന് ഒന്ന് കാണാൻ ശ്രമിച്ചാൽ മതി. അപ്പം നമുക്ക് മനുഷ്യന്മാരോടൊക്കെ സ്നേഹം തോന്നും അല്ലേ. ശത്രുതയൊന്നും ഉണ്ടാവില്ല. എല്ലാവരും നമ്മുടെ ഉടപ്പിറപ്പുകളായി മാറും. ഒരു പ്രളയം വന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും വലിയ പാഠം അതാണ് അല്ലേ. അന്യന്മാരില്ല എന്നുള്ള പാഠം. രമണ മഹർഷിയോട് ആരോ ചോദിക്കുന്നുണ്ട്, ഗുരു, ഞങ്ങൾ എങ്ങനെയാണ് അന്യരായ ആളുകളോട് പെരുമാറേണ്ടത്? ഗുരു പറഞ്ഞു, there are no others. അന്യരായി ആരുമില്ല. അങ്ങനെ പെരുമാറാൻ പറഞ്ഞു. എറണാകുളം ബ്രോഡ്വേയിലെ നൗഷാദ് കടയിലുള്ളത് മുഴുവൻ എടുത്തു കൊടുത്തിട്ട് നമ്മളോട് പറഞ്ഞത് അതാണ്. അന്യന്മാരായിട്ട് ആരുമില്ല, അനിയന്മാരും അനിയത്തികളൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞത് അല്ലേ. നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ സഹായിക്കുന്ന പോലെ ആ മനുഷ്യന് ഇതൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കുക. വെള്ളത്തിലിങ്ങനെ മുങ്ങി നിൽക്കുന്ന സ്ത്രീകൾക്ക് ചവിട്ടിക്കടന്നു പോകാൻ മുതുകിങ്ങനെ കുരിച്ചു കൊടുത്ത ഒരു നീലക്കുപ്പായക്കാരൻ ജയ്സലുണ്ട്, ഓർമ്മയുണ്ടോ? സൈക്കിള് വാങ്ങാൻ എടുത്തു വച്ച പൈസ മുഴുവനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എടുത്തു വന്നു കൊടുക്കുന്ന തമിഴ്നാട്ടുകാരിയായ ഒരു അനുപ്രിയയുണ്ട്. അച്ഛൻ കൊടുത്ത ഭൂമിയിൽ നിന്ന് 100 സെന്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് എഴുതി കൊടുത്ത കണ്ണൂർ ജില്ലയിലെ സ്വാഹയും ബ്രഹ്മയും എന്ന 2 കുട്ടികളുണ്ട്. ഇവരൊക്കെ നമുക്ക് പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾ? നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ അനിയന്മാരും അനിയത്തികളാണ് എന്നാണ്. ഒരു കഥ പറഞ്ഞു തരാം കേട്ടോ. വലിയൊരു ഗുരുനാഥനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അവസാനം അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കും. ഒരു ദിവസം ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു, രാത്രി അവസാനിച്ചു എന്നും പകൽ ആരംഭിച്ചു എന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകാറുള്ളത് എന്ന് ചോദിച്ചു. ചെറിയ ചോദ്യമാണ്. രാത്രി അവസാനിച്ചു, പകൽ ആരംഭിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, മാഷേ, ഞങ്ങളിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോഴേ പുറത്ത് കാണുന്നത് ഒരു മരമാണോ മനുഷ്യനാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി, നേരം വെളുത്തു. അതല്ലേ? ഗുരു പറഞ്ഞു, അതല്ല എന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു, മാഷേ, ഞങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന മരം ഒരു മാവാണോ ഒരു പ്ലാവാണോ? അത് ഞങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, നേരം വെളുത്തു, പകൽ ആരംഭിച്ചു. അപ്പോഴും ഗുരു പറഞ്ഞു, ഉത്തരം തെറ്റാണ്. പിന്നെന്താണ് ശരി ഉത്തരം?
എന്താണ് ശരിയുത്തരം എന്ന ചോദ്യത്തിന് ഗുരു പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: മുന്നിലുള്ള ഒരു മനുഷ്യൻ നിന്റെ സഹോദരനാണ് എന്നും മുന്നിൽ നിൽക്കുന്ന ഒരു പെണ്ണ് നിന്റെ പെങ്ങളാണ് എന്നും നിനക്ക് എപ്പോഴാണോ മനസ്സിലാകുന്നത്, അതിൻ്റെ പേരാണ് പകൽ. അത് നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിലേ മുകളിൽ സൂര്യൻ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, നീ ഇരുട്ടത്താണ് എന്ന് പറയും. മുന്നിലുള്ള മനുഷ്യനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയുക എന്നതിനേക്കാൾ വലിയ മഹത്തരമായ ഒരു ജ്ഞാനമൊന്നുമില്ല. അതാണ് ഗാന്ധിജിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്. ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞ ഏറ്റവും വലിയ സത്യതയായിരുന്നു, മനുഷ്യനെക്കുറിച്ചുള്ള അറിവായിരുന്നു. പുസ്തകങ്ങളിൽ, എഴുത്തിൽ, പ്രസംഗങ്ങളിൽ ഒക്കെയുള്ളത് മനുഷ്യൻ്റെ പക്ഷത്ത് നിന്ന് കാണാനുള്ള ശ്രമങ്ങളായിരുന്നു. നമ്മളൊരിക്കലും മറക്കാൻ പാടില്ലാത്ത പേരാണത്, ബാപ്പുജി. സുഭാഷ് ചന്ദ്രൻ്റെ ഒരു പുസ്തകമുണ്ട്, മനുഷ്യനൊരു ആമുഖം. അതിൽ ജിതേന്ദ്രൻ ആൻമേരിക്ക് എഴുതുന്ന കത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ എല്ലാ തെരുവുകളിലും എല്ലാ കവലകളിലും ബാപ്പുജിയുടെ ചിത്രമുണ്ട്. എല്ലാ മനുഷ്യൻ്റെയും പോക്കറ്റിൽ ബാപ്പുജിയുടെ ചിത്രമുണ്ട്. പക്ഷെ പോക്കറ്റിൻ്റെ കുറച്ചുകൂടി അപ്പുറത്തുള്ള ഹൃദയത്തിൽ നിന്ന് ബാപ്പുജി മെല്ലെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗാന്ധിജി എന്ന് പറയുന്നത് നമുക്ക് ഒരു ആവേശമാകേണ്ട പേരാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടതായിരിക്കാം, അദ്ദേഹം 915 ഇവിടെ എത്തി. 920 വീണോയാ? ഇതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് കേട്ടോ. ഇതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. വീണ് കിടക്കണ മനുഷ്യനെ നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ടോ അതല്ല കോരിയെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളോട് ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം. ഹിമാലയത്തിലേക്ക് യാത്ര പോയ 2 സന്യാസികളുടെ കഥയുണ്ട്. രാത്രിയാ, നല്ല ഇരുട്ടും നല്ല തണുപ്പുമാണ്. മഞ്ഞിങ്ങനെ പെയ്യുന്നുണ്ട്, ഐസും മഴ ഇങ്ങനെ വീഴുന്നുണ്ട്. അവർ കുട പിടിച്ച് ചെറിയൊരു വെളിച്ചവുമായിട്ട് ഇങ്ങനെ നടന്നു പോവുക. ചെറിയ വെളിച്ചം. അപ്പോൾ മുന്നിൽ എന്തോ കിടക്കുന്നത് കണ്ട് അപ്പം ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ അതൊരു മനുഷ്യനാണ്. അയാൾ മരിച്ചിട്ടുണ്ടോ ജീവനുണ്ടോ അറിയണില്ല. അപ്പോൾ ഒരാളവിടെ ഇങ്ങനെ താഴെ ഇരുന്നിട്ട് അയാളുടെ കൈ ഇങ്ങനെ തിരുമ്മി കൊടുത്ത്. അയാളുടെ കൈ തിരുമ്പുമ്പോൾ ഇയാൾക്ക് ചൂടായി കഴിഞ്ഞാൽ ജീവനുണ്ടെങ്കിൽ അറിയാം, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ എത്ര നേരം കൈ തിരുമ്മി കൊടുത്തിട്ടും അയാളൊന്ന് അനങ്ങുക പോലും ചെയ്യുന്നില്ല. കുറേ സമയമായി. അപ്പം തൊട്ടടുത്തുള്ള ആളുണ്ടല്ലോ, മറ്റേ അയാൾ പറയുന്നുണ്ട്, അധിക നേരം ഇവിടെ ഇരിക്കണ്ട, നമുക്ക് അധിക നേരം നമ്മളിവിടെ ഇരുന്നാൽ അയാളെപ്പോലെ നമ്മൾ കിടക്കേണ്ടി വരും, നമുക്ക് പോവാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇയാൾക്ക് അവിടുന്ന് പോകാൻ കഴിയണില്ല. ഇയാൾ പിന്നെയും അവിടെ ഇരുന്നിട്ട് ഇയാൾക്ക് ഇങ്ങനെ തിരുമ്മി കൊടുക്കുന്നുണ്ട്, ഒരനക്കമില്ല. അവസാനം ഇയാൾക്ക് പോകാൻ തോന്നാത്തത് കൊണ്ട് ആ കിടക്കുന്ന ആളെ അയാൾ തോളിലിട്ട് നടക്കാൻ തുടങ്ങി. അപ്പോഴേക്കും മറ്റേ ആള് ഓടിക്കളഞ്ഞു, പേടിച്ചിട്ട് ഓടിക്കളഞ്ഞു. അങ്ങനെ ഇയാൾ ഈ മനുഷ്യനെ തോളിലിട്ട് മെല്ലെ നടക്കുക. നല്ല കയറ്റമുണ്ട്, അധിക വേഗതയിൽ നടക്കാൻ പറ്റുന്നില്ല. മെല്ലെ നടന്ന് ആ നടത്തം മെല്ലെ വേഗത കൂടാൻ തുടങ്ങി.
ഇയാളുടെ ശരീരം ചൂടാകാൻ തുടങ്ങി, ഷോൾഡർ ചൂടായി. ആ ചൂടും ഈ ഷോൾഡറിൽ കിടക്കുന്ന ആൾക്ക് ചൂട് കിട്ടാൻ തുടങ്ങി. അയാൾ മെല്ലെ അനങ്ങി, അയാൾക്ക് ജീവനുണ്ട്. അയാൾ താഴെ ഇറങ്ങി, ഇദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. രണ്ടാൾ ഒരുമിച്ച് നടക്കാൻ തുടങ്ങി. കുറേ നേരം നടന്ന് മുന്നോട്ടെത്തിയപ്പോൾ വഴിയിലെന്തോ കിടക്കുന്നുണ്ട്. ഇരുന്ന് നോക്കിയപ്പോൾ അതാരായിരുന്നു? നേരത്തെ പോയ ആള്. നമ്മളെങ്ങോട്ടാ ഓടുന്നത്? വീണ് കിടക്കുന്ന മനുഷ്യനെ തിരിഞ്ഞു നോക്കാതെ നമ്മൾ എത്രയേറെ ഓടിയിട്ടും എന്താണ് കാര്യം? ഒരു കാര്യം ഉണ്ടാവില്ല. അതാണ് ബാപ്പുജിയുടെ ആ സംഭവം ഞാൻ പറഞ്ഞത്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിങ്ങനെ അറിയാൻ ഗ്രാമങ്ങൾ തേടിയുള്ളൊരു യാത്ര പോവുകയായിരുന്നു അദ്ദേഹം. മധുരയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. കാൽനട യാത്രയാ. അല്ല, ഏപ്രിൽ മെയ് മാസം നല്ല ചൂടുള്ള സമയമാണ്. ഗാന്ധിജിയുടെ തലയിൽ ആ വെളുത്ത തൊപ്പിയുണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോണ്ട് വഴിയരികിലൊരു പുഴ ഇങ്ങനെ ഒഴുകിപ്പോകുന്നു. വൈഗാ നദിയാണ്. ഗാന്ധിജി ആ നദിയിലേക്ക് ഇറങ്ങിയിട്ട് തലയിലുണ്ടായിരുന്ന തൊപ്പി ഇങ്ങനെ എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി ഒന്ന് തണുപ്പിച്ചിട്ട് തിരിച്ച് തലയിലേക്ക് തന്നെ വെച്ചു, തണുക്കാൻ വേണ്ടിയിട്ട്. തലയിലേക്ക് തന്നെ തിരിച്ചു വെക്കുമ്പോഴാണ് ഗാന്ധിജി ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആ പുഴയുടെ അങ്ങേക്കരയിലൊരു അമ്മ തുണി അലക്കുന്നുണ്ട്. സാധാരണ എല്ലാവരും തുണി അലക്കുന്നത് പോലെ അല്ല അലക്കുന്നത്, ഉടുത്ത വസ്ത്രമാണ് അലക്കുന്നത്. അപ്പോൾ ഗാന്ധിജിക്ക് മനസ്സിലായി ആ അമ്മയ്ക്ക് ഒരൊറ്റ വസ്ത്രമേ ഉള്ളൂ എന്ന്. ഉടുതുണിക്ക് മറുതുണിയില്ല. ഗാന്ധിജി ഉടനെ അദ്ദേഹത്തിൻ്റെ മേൽക്കുപ്പായം അഴിച്ചു. മേൽക്കുപ്പായം അഴിച്ച് പുഴയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് അതിങ്ങനെ ഒഴുക്കിക്കൊടുത്ത്, അത് കിട്ടുന്നത് വരെ കാത്തിരുന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ അമ്മ ഗാന്ധിജിയോട് കൈകൾ ഉയർത്തിയിട്ട് ഇങ്ങനെ നന്ദി പറഞ്ഞു. ആ വൈഗാ നദിക്കരയിൽ നിന്നാണ് ഗാന്ധിജി ഒരു കാര്യം തീരുമാനിച്ചത്. എന്താണെന്നറിയാം? മേൽക്കുപ്പായം ധരിക്കൂല എന്ന്. എൻ്റെ നാട്ടിലെ കോടാനുകോടി മനുഷ്യർക്കും ഉടുതുണിക്ക് മറുതുണി ഉണ്ടാകുന്നത് വരെ ഞാൻ എൻ്റെ മേൽക്കുപ്പായം ധരിക്കുകയില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ ഒരിക്കലും ആ മേൽക്കുപ്പായം ഇടാൻ പറ്റിയിട്ടില്ല. 1948 ജനുവരി മാസം 30 78ാമത്തെ വയസ്സിൽ മരിച്ചു വീഴുമ്പോഴും ആ പാവം ശരീരത്തിൽ മേൽക്കുപ്പായം ഉണ്ടായിരുന്നില്ല. ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിലോ ഒന്നുണ്ടാവില്ല. അത്രയേറെ മനുഷ്യർ വിശന്ന് വലയുന്നൊരു നാടാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ്. നിങ്ങൾ എത്ര വേണമെങ്കിലും ഇങ്ങനെ ജയിച്ചിട്ട് പോയിക്കോളൂ. നിങ്ങൾക്ക് എത്താവുന്ന അത്രയും ഉയരങ്ങളിലേക്ക് പോയിക്കോളൂ. പക്ഷെ അപ്പോഴൊക്കെയും നിങ്ങൾ ആലോചിക്കേണ്ടത് ഇങ്ങനെ തോറ്റുപോയ മനുഷ്യരെ കുറിച്ചാണ്. അച്ഛനില്ലാത്തത് കൊണ്ട്, അമ്മയ്ക്ക് അസുഖമായതുകൊണ്ട്, വീടില്ലാത്തത് കൊണ്ട്, വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട്, പഠിക്കാൻ കഴിയാതെ, പഠിച്ചു മുന്നേറാൻ കഴിയാതെ ജീവിതത്തിൻ്റെ വഴികളിൽ എവിടെയോ വീണു പോകുന്ന ഒരൊറ്റ കുട്ടിയെയെങ്കിലും നിങ്ങൾക്കിങ്ങനെ ചേർത്ത് പിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും വിജയങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യനെ നിങ്ങൾ ജീവിപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരൊറ്റ മനുഷ്യനെയെങ്കിലും. നമ്മളെത്ര ഹാപ്പി ആകുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, ചുറ്റുമുള്ള മനുഷ്യർക്ക് നമ്മളെത്ര അത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഈ തോറ്റുപോയ മനുഷ്യനെ പിന്നെയും പിന്നെയും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യനെയെങ്കിലും ഇങ്ങനെ ജീവിതത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, സങ്കടങ്ങളിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ള. നിരുത പറയുന്നുണ്ട്, മരണത്തിൽ നിന്ന് ഒരാൾക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല, പക്ഷെ സ്നേഹത്തിന് കഴിയും ജീവിതത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ. വല്ലാത്ത വാക്കാണത് അല്ലേ? മരണത്തിൽ നിന്ന് ഒരാൾക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല, പക്ഷെ ജീവിതത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും. ജീവിതത്തിൻ്റെ ദുരിതങ്ങളിൽ നിന്ന്, നിസ്സഹായതകളിൽ നിന്ന് നല്ല സ്നേഹം കിട്ടിയാൽ മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയും. ഒറ്റൊരാൾ മതി അങ്ങനെ നമ്മളെ ഇങ്ങനെ അത്രയേറെ ആഴത്തിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യർ. നമ്മളിങ്ങനെ തോറ്റു നിൽക്കുന്ന സമയത്ത് നമ്മളെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യർ. ജയിച്ചവൻ്റെ കൂടെ നൃത്തമാടുമ്പോഴല്ല, തോറ്റവൻ്റെ തോളിൽ പിടിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു മനുഷ്യനാവുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യത്വത്തിൻ്റെ മഹാമഹത്വങ്ങളെ ഒരാൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ്.
1853 മുതൽ 856 വരെ ഒരു യുദ്ധം നടന്നിട്ടുണ്ട്. ആ യുദ്ധത്തിൻ്റെ പേര് ക്രീമിയൻ വാർ എന്നാണ്. കേട്ടിട്ടുണ്ടോ? റഷ്യക്കെതിരെ ബ്രിട്ടനും ഫ്രാൻസും ഒട്ടോമൻ സാമ്രാജ്യവും ചേർന്ന് നടത്തിയിട്ടുള്ളൊരു യുദ്ധമാണ്. 3 വർഷമാണ് നീണ്ടുന്നത്. ആ യുദ്ധം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആ നാട്ടിലെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റിനെ വിളിച്ചു. എന്നിട്ട് അയാളോട് പറഞ്ഞു, റഷ്യയിലുള്ള മുഴുവൻ ആളുകളെയും കൊല്ലണം, അതിന് പറ്റിയ ഒരു ആയുധം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ഇയാൾ വിചാരിച്ചാൽ നടക്കും, അത്രയും കഴിവുള്ള ശാസ്ത്രജ്ഞനാണ്. മാത്രമല്ല, അങ്ങനെ കണ്ടുപിടിച്ചാൽ അയാൾക്ക് കൊടുക്കുന്ന സമ്മാനം എത്ര വലുതാണെന്നറിയോ? അയാളുടെ ഒരു 100 തലമുറക്കെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള പണമാണ്. അതാണ് വാഗ്ദാനം ചെയ്തത്. അദ്ദേഹം ആലോചിച്ചു എന്ത് ചെയ്യണം. 2 ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് അദ്ദേഹം ആലോചിച്ചു എന്ത് ചെയ്യണം. അദ്ദേഹം ആലോചിച്ചു, ഒരു തീരുമാനത്തിലെത്തി. ഒരു കത്തെഴുതി ഗവൺമെൻറ്റിന്. ആ കത്ത് ഇങ്ങനെയായിരുന്നു. ആ കത്തിൽ പറയുന്ന വാക്കുകളാണ് അതിങ്ങനെയായിരുന്നു: നിങ്ങൾ എങ്ങനെയാണ് ഉറുമ്പുകൾ ഭക്ഷണം കൊണ്ടുപോകുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപാട് അകലെ നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുവരും. കഷ്ടപ്പെട്ട് കൊണ്ടുവരും. അങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ആ ഭക്ഷണ പദാർത്ഥം അതിൻ്റെ ചെറിയ മാളത്തിൻ്റെ അരികിലെത്തുമ്പോൾ ആ മാളത്തിനകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ ഉറുമ്പിന് മാത്രം കടന്നു പോകാൻ കഴിയുന്ന ഒരു ചെറിയ ദ്വാരമാണ്. അതിനകത്തേക്ക് ഭക്ഷണം കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ ഭക്ഷണം കൊണ്ടുപോകാൻ കഴിയാതെ ഇങ്ങനെ നിസ്സഹായനായി നിൽക്കുന്ന ഉറുമ്പുകളെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ എത്ര തന്നെ ഉണ്ടാക്കിയാലും മരണത്തിൻ്റെ മാളം വരെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ, അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, അതുകൊണ്ട് പണം കാണിച്ചിട്ട്, നോട്ടുകെട്ടുകൾ കാണിച്ചിട്ട് എന്നെ പ്രലോഭിപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മനുഷ്യനെ കൊല്ലാൻ എന്നെ കിട്ടൂല എന്ന് പറഞ്ഞു. മനുഷ്യനെ കൊല്ലാൻ എന്നെ കിട്ടില്ല. ആരാന്നറിയാതെ? മൈക്കൽ ഫാരഡേ എന്ന് പറഞ്ഞ മനുഷ്യനാണത്. 1791 സെപ്റ്റംബർ 2-ാം തീയതി ദരിദ്രനായ ഒരു സ്വർണ്ണ ജോലിക്കാരൻ്റെ 4 മക്കളിൽ 3-ാമനായി ജനിച്ച് പണമില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് സ്കൂളിലേക്ക് പോകാതെ ഒരു ബുക്ക് ബൈൻഡിങ് ഷോപ്പിൽ ജോലിക്കാരനായി നിന്ന് അങ്ങോട്ട് വരുന്ന പുസ്തകങ്ങൾ മെല്ലെ മെല്ലെ വായിക്കാൻ തുടങ്ങി. സർ ഹംഫ്രി ഡേവിയുടെ ഒരു പുസ്തകം പിന്നെയും വായിച്ച് ശാസ്ത്രത്തിലൊരു കൗതുകം തോന്നി. ഹംഫ്രി ഡേവിയെ തേടിച്ചെന്ന് 1813 ഹംഫ്രി ഡേവിയുടെ പരീക്ഷണശാലയിൽ സഹായിയായി നിന്ന് വൈദ്യുതിക്ക് സഹായകരമായ ഡൈനാമോയും മോട്ടോറും കണ്ടുപിടിച്ച മൈക്കൽ ഫാരഡേ, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്വീകരണ മുറിയിൽ 2 ചിത്രങ്ങളെ തൂക്കിയിട്ടിരുന്നുള്ളൂ. ഒന്ന് സർ ഐസക് ന്യൂട്ടൻ്റേതായിരുന്നു, മറ്റൊന്ന് മൈക്കൽ ഫാരഡേയുടേതായിരുന്നു. ഇതാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. യന്ത്രങ്ങൾ കൊണ്ടില്ലാതായി പോകരുത് ഹ്യൂമാനിറ്റി. നിരൂത പറയുന്നുണ്ട്, നമ്മുടെ കൂടെ കുറേ ഉപകരണങ്ങളുണ്ട്. മൊബൈലുണ്ട്, വാച്ചുണ്ട്, മൈക്കുണ്ട്, ഇതൊക്കെയുണ്ട്. ഇതൊക്കെ എന്തിനുള്ളതാണെന്നറിയാം? ടു ബി യൂസ്ഡ്, നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. പക്ഷെ നമ്മുടെ കൂടെ കുറേ മനുഷ്യന്മാരുണ്ട്. ഈ മനുഷ്യന്മാരെന്തിനുള്ളതാണെന്നറിയാം? ടു ബി ലവ്ഡ്, സ്നേഹിക്കാനുള്ളതാണ്. പക്ഷെ ഇന്ന് നടക്കുന്നത് എന്താണ്? നേരെ തിരിച്ചാണ് അല്ലേ? ഉപകരണങ്ങളാണ് സ്നേഹിക്കപ്പെടുന്നത്. ഞാൻ ഫോണിങ്ങനെ തൊട്ട് തലോടുന്ന അത്ര എൻ്റെ കുട്ടികളെ തൊട്ട് തലോടുന്നുണ്ടാവുമോ? സംശയ. നമ്മൾ ഈ യന്ത്രങ്ങളെ, ഉപകരണങ്ങളെ സ്നേഹിക്കുന്ന അത്ര നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടാവോ? അങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നൊരു മാനവികതാബോധമാണ് ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ടത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ? ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മനുഷ്യനാണ് ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത്.
ഏതെല്ലാം കൃത്രിമമായ ലഹരികളിലേക്ക് ആരൊക്കെ വീണു പോകുന്നുണ്ടെങ്കിലും അവരൊക്കെ ശരിയായ മനുഷ്യൻ്റെ ലഹരി കിട്ടാത്ത ആളുകളാണ്. മനുഷ്യന് തരാൻ കഴിയുന്ന ഒരു ലഹരിയുണ്ട്, അച്ഛനും അമ്മയ്ക്കും തരാൻ പറ്റുന്നൊരു ലഹരിയുണ്ട്, സൗഹൃദം കൊണ്ട് കിട്ടുന്നൊരു ലഹരിയുണ്ട്, മനുഷ്യൻ്റെ സ്നേഹം കൊണ്ട് അനുഭവിക്കുന്നൊരു ലഹരിയുണ്ട്, മനുഷ്യൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഭവിക്കുന്നൊരു ലഹരിയുണ്ട്. ആ ലഹരിയേക്കാൾ വലിയൊരു ലഹരി വേറെ കിട്ടാനില്ല. ഈ മനുഷ്യൻ്റെ ലഹരിയെ ആസ്വദിക്കുമ്പോൾ, മനുഷ്യന് വേണ്ടി വല്ലതും ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ, മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മളൊരു മനുഷ്യനിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ വളരുകയാണ് ചെയ്യുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ എനിക്കറിയാം, പഴയ തലമുറയേക്കാൾ എത്രയോ നന്മയുള്ള കുട്ടികളാണ്. രണ്ട് തലമുറയെക്കുറിച്ച് നമുക്ക് അറിയുന്നൊരു ഏജ് ഗ്രൂപ്പാണ് നമ്മളൊക്കെ. അതുകൊണ്ട് രണ്ട് തലമുറയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഇപ്പോഴത്തെ കുട്ടികളുണ്ടല്ലോ, അത്രയേറെ സ്നേഹവും നിസ്വാർത്ഥതയും മനസ്സിൻ്റെ ഉള്ളിൽ നന്മയുള്ള ആളുകളാണ്. നമ്മൾ മുമ്പ് ഇവിടെ പറഞ്ഞിരുന്നു, ബൈക്കിലൊക്കെ അങ്ങനെ നാലാളുകൾ കെട്ടിപ്പിടിച്ച് പോകുന്നത് കണ്ടില്ലേ അല്ലേ? അങ്ങനെ പോകണ്ട കേട്ടോ, പോലീസ് കണ്ടാലൊക്കെ പ്രശ്നമാണ്, അത് അപകടമാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലൊരു സ്നേഹമുണ്ട്. 5 ആൾ കയറാൻ പറ്റാത്തതുകൊണ്ടാണ് 4 ആളായതല്ലേ. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു കോഫി ഷോപ്പിലിരിക്കുകയായിരുന്നു ഇവിടെ അരീക്കോട്. അപ്പം ഇങ്ങനെ കുറേ ആളുകൾ വന്നു പോകുന്നുണ്ട്. അപ്പം ഇവരുടെയൊക്കെ പ്രായത്തിലുള്ള ഒരു കുട്ടി അങ്ങോട്ട് കയറി വന്ന്, അവൻ കയറി വരുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ അവൻ്റെ ചങ്ങാതി ഉണ്ട്. അവൻ്റെ ചങ്ങാതി എടുത്തിട്ടാണ് വരുന്നത്. ചങ്ങാതി ഇങ്ങനെ കാല് കുഴഞ്ഞു പോയ ഒരാളാണ്. ആ കുഴഞ്ഞു പോയ ചങ്ങാതിയെ കോരിയെടുത്ത് അവൻ്റെ ആനന്ദങ്ങളിലേക്ക് എടുത്തുകൊണ്ടുവരുന്ന കാഴ്ച പഴയ തലമുറയിലൊന്നും കണ്ടിട്ടില്ല, പിള്ളേ കാണുന്നുള്ളൂ. ഇത് വെറുതെ പറയുന്നതല്ല. പണ്ടൊക്കെ ഈ തളർന്നു കിടക്കുന്ന ആളുകൾ മരിക്കണത് വരെ അങ്ങനെ തന്നെ കിടക്കുക, അവർ പുറം ലോകം കാണൂല. അത് ആ കുടുംബത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമായിട്ടാണ് കണ്ടിരുന്നത്. ഇന്നങ്ങനെയല്ല, ഇന്നതൊരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമായി ഇവർ കാണുന്നുണ്ട്. ഒരു പ്രളയം വന്ന സമയത്ത് ഇവരുടെ വിരൽത്തുമ്പിലായിരുന്നു കൺട്രോൾ റൂമുകൾ അല്ലേ? ആയിരക്കണക്കിന് ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുത്തത് നമ്മുടെ ചെറുപ്പക്കാരാണ്. ചെളിയായി കിടക്കുന്ന വീടുകളിലേക്ക് ഓടിച്ചെന്ന് ആ ചെളി നീക്കിക്കൊടുത്തത് ഇവരുടെ ആർജവവും ഇവരുടെ ഉള്ളിലുള്ള മനുഷ്യത്വവുമാണ്. ഒരു മിഡിൽ ഏജിലുള്ള ആളുകളെയൊന്നും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറേ ദിവസം അവിടെ പോയിരുന്നു. അവിടെ ഏറ്റവും ഭാരപ്പെട്ട ജോലികളൊക്കെ ചെയ്തത് ഇവരായിരുന്നു. ഇവരെ ഇങ്ങനെ വിലയിരുത്താനൊക്കെ അവിടെ കുറേ ആളുകളുണ്ടായിരുന്നു അല്ലേ? അവരാരും ആ ചെളിയിലേക്ക് ഇറങ്ങിയത് കണ്ടിട്ടില്ല. അവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു അസാധാരണമായ സ്നേഹവും നന്മയും ഉണ്ടല്ലോ, അത് മനുഷ്യന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എത്താവുന്നത്ര ഉയരങ്ങളിലേക്ക് നിങ്ങൾ കുതിക്കുക. അപ്പോഴൊക്കെയും തോറ്റുപോയ മനുഷ്യനെക്കുറിച്ച് പിന്നെയും പിന്നെയും ആലോചിക്കുക, ആ മനുഷ്യൻ്റെ കൂടെ നിൽക്കുക. ഒരു കവിത വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരു കുടയിൽ ഒരാൾക്ക് കൂടി നിൽക്കാമെങ്കിൽ, ഒരു കുടയിൽ ഒരാൾക്ക് കൂടി നിൽക്കാമെങ്കിൽ മഴ ഒരു സംഗീതമാകും. ഒരു തണലിൽ ഒരാൾക്ക് കൂടി ഇടം കൊടുത്താൽ, ഒരു തണലിൽ ഒരാൾക്ക് കൂടി ഇടം കൊടുത്താൽ വെയിൽ നിലാവാകും. മനസ്സിലെ ഇത്തിരി ഇടം മണ്ണിലെ ഒത്തിരി ഇടമാകും. മനസ്സ് ആകാശക്കുടയാകും. നക്ഷത്രങ്ങൾ നമുക്കുമേൽ പ്രകാശം ചൊരിയും. താങ്ക് യു.